നമസ്കാരം. ഇസ്രയേൽ US സഖ്യം ഇറാനെതിരെ നടത്തുന്ന ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും മിഡിൽ ഈസ്റ്റിൽ വലിയ സംഘർഷത്തിലേക്ക് പോകുന്നതിനിടയിൽ ഇറാന്റെ കിരീടരത്നം പിടിച്ചെടുക്കാൻ അമേരിക്ക ശ്രമം നടക്കുന്നു എന്നതാണ് റിപ്പോർട്ട്. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലും എണ്ണക്കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രവുമായ ഗാർഹ് ദ്വീപ് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഗാർഹ് ദ്വീപിന് നേരെ അമേരിക്ക ഇനിയും ശക്തമായ ആക്രമണങ്ങൾ നടത്തിയേക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. നിലവിലെ വ്യോമാക്രമണങ്ങളിൽ ദ്വീപിന്റെ ഭൂരിഭാഗവും തകർക്കപ്പെട്ടു എന്നും ഒരു രസത്തിനു വേണ്ടി ഇനിയും പലതവണ ഗാർഹിനെ ലക്ഷ്യം വെച്ചേക്കാമെന്നുമാണ് ട്രംപിന്റെ വാദം. എന്തായാലും ട്രംപിന്റെ വാക്കുകൾ ഒരു മുന്നറിയിപ്പാണ് എന്നാണ് ഇറാൻ കരുതുന്നത്. ഗാർഹ് ദ്വീപിന് നേരെ ആക്രമണം നടന്നാൽ മറ്റൊന്നും നോക്കാനില്ല, ശക്തമായി തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കി വെക്കുന്നത്. ഹോർമോസ് കടലിടുക്കിലെ എണ്ണ കപ്പലുകൾ ഇനിയും കുടുങ്ങിക്കിടക്കുകയാണ് എങ്കിലും ദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ US കരസേനയെ ഇറക്കേണ്ടി വരും. ഇക്കാര്യം അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. US നിയന്ത്രണത്തിലുള്ള എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെ ഇറാനും ലക്ഷ്യമിടുന്നു എന്നാണ് സൈനിക നേതൃത്വം പറയുന്നത്. ട്രംപിന്റെ US സൈന്യത്തിന്റെയും നീക്കങ്ങൾ ഇറാൻ നിരീക്ഷിക്കുകയാണ്. ഇറാനെതിരായ US ഇസ്രായേൽ യുദ്ധം 3ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോഴാണ് ട്രംപ് പുതിയ ഭീഷണിയുമായി രംഗത്തെത്തിയത്. ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയിൽ 90% കൈകാര്യം ചെയ്യുന്നത് ഗാർഹ് ദ്വീപിലെ സൈനിക കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർത്തെറിഞ്ഞു എന്നാണ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ആഗോള എണ്ണ വിതരണത്തെ ബാധിക്കാതിരിക്കാൻ നിലവിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെ ബോധപൂർവം ഒഴിവാക്കുകയാണ് എന്നും ഒരു രസത്തിന് ഇനിയും ദ്വീപ് ആക്രമിക്കുമെന്നുമാണ് ട്രംപ് പറഞ്ഞത്. ഇറാന്റെ തീരത്തു നിന്നും 28 കിലോമീറ്റർ അകലെ ഹോർമോസ് കടലിടുക്കിന് 483 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറുമാണ് ഗാർഹ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇറാന്റെ കിരീടരത്നം എന്നാണ് ഈ ദ്വീപിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. 8 കിലോമീറ്റർ നീളവും 4.5 കിലോമീറ്റർ വീതിയുമുള്ള ദ്വീപിൽ 8000 ആളുകളാണ് താമസിക്കുന്നത്. വലിയ കപ്പലുകൾ അടുക്കാൻ കഴിയുന്ന ആഴമുള്ള കടൽ തീരം കൂടിയാണ് ഇവിടം. അതായത് ഇതാണ് ഇവിടുത്തെ പ്രത്യേകതയും. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ സ്ഥിര കേന്ദ്രം കൂടിയാണ് ഇത്. ഇറാന്റെ ഏറ്റവും സെൻസിറ്റീവായ ശത്രുക്കൾക്ക് എളുപ്പത്തിൽ തകർക്കാൻ കഴിയുന്ന ഈ ദ്വീപിനെ അമേരിക്ക റെഡ് ലൈനായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതാനും കിലോമീറ്ററുകൾ മാത്രം നീളമുള്ള ഈ ദ്വീപാണ് 1960-കൾ മുതൽ ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായിരിക്കുന്നത്. അമേരിക്കൻ എണ്ണ കമ്പനിയായ അമോക്കോ ആണ് ഇത് നിർമ്മിച്ചത്. പ്രതിദിനം 70 ലക്ഷം ബാരൽ എണ്ണ വരെ കപ്പലുകൾ നിറയ്ക്കാൻ ഇവിടെ സൗകര്യമുണ്ട്. ഇറാൻ സമ്പദ് വ്യവസ്ഥയിൽ ഈ ദ്വീപിനുള്ള സ്ഥാനം വളരെ വലുതാണ്. ഇറാന്റെ സമുദ്രതീരങ്ങൾ ഭൂരിഭാഗവും ആഴം കുറഞ്ഞവയായതിനാൽ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കപ്പലുകൾക്ക് അവിടെ അടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ആഴക്കടലുള്ള ഗാർഹ് ദ്വീപ് ഇറാന് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്. വിദേശത്ത് വിൽക്കുന്ന 10ൽ 9 ബാരൽ ഇറാനിയൻ എണ്ണയും കയറ്റുമതി ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ദ്വീപിന്റെ തെക്ക് ഭാഗത്തായി ഡസൻ കണക്കിന് വലിയ എണ്ണ സംഭരണികളും കടലിലേക്ക് നീണ്ടുകിടക്കുന്ന വലിയ ജെട്ടികളുമാണ്. ഇറാന്റെ പ്രധാന കരയിലുള്ള വലിയ എണ്ണപ്പാടങ്ങളിൽ നിന്നും കടലിനടിയിലൂടെയുള്ള പൈപ്പുകൾ വഴിയാണ് ഇവിടേക്ക് എണ്ണ എത്തിക്കുന്നത്. ഇനി എന്തായാലും ഇറാൻ ഇസ്രയേൽ സംഘർഷം അല്ലെങ്കിൽ ഇറാൻ ഇസ്രയേൽ അമേരിക്കൻ സംഘർഷം എവിടെ എത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.